ആദ്യം നാടകം കാണാൻ ചില നാടകങ്ങൾ ആദ്യകാലങ്ങളിൽ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലോ. ശനിദശയുണ്ട്. എങ്ങനെയായിരുന്നു അന്ന് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു നടൻ എന്നുള്ള ഒരു കരിയറിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? എന്തായിരുന്നു ചേച്ചിയുടെ സ്വപ്നം? നല്ലൊരു നടനാവുമെന്ന് വിചാരിച്ചു കണ്ടപ്പോൾ. ഇഷ്ടമായിരുന്നു നാടകം അഭിനയിക്കുന്നത്? ഇഷ്ടമായിരുന്നു. എങ്കിലും അന്ന് കണ്ടപ്പോൾ ആ ഒരു തോന്നിയ ഒരു കുറച്ചും കൂടെ ഒന്ന് ആ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോ ആദ്യമായിട്ടാണ് അങ്ങനെ നാടകം കാണുന്നത്. സാധാരണ നാടകമല്ലല്ലോ അത്. ഈ ബ്രെക്റ്റിന്റെ ഏലിയനേഷൻ ഒരു തിയറി ഉണ്ട് നാടകത്തിൽ, അന്യവൽക്കരണം. അതായത് ഈ കഥാപാത്രത്തിന്റെ വികാരവുമായി പ്രേക്ഷകൻ എപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നു അപ്പോൾ അതിനെ മുറിക്കണം എന്നുള്ളതാണ് ബ്രെക്റ്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നാടകം എന്ന് പറയുന്നത് കണ്ട് കരയാനും ചിരിക്കാനും പ്രേക്ഷകന് താതാത്മ്യം പ്രാപിക്കാനുള്ളതല്ല, ഇത് പഠിക്കാനുള്ളതാണ്. അതാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് ബ്രെക്റ്റ്. അപ്പോൾ ആ ഏലിയനേഷൻ്റെ സങ്കേതങ്ങളെ നമുക്ക് അങ്ങനെ അറിയില്ല. നമ്മൾ ജർമ്മൻ നാടകം കണ്ടിട്ടില്ല. പിന്നെ വായിച്ചും അവിടെ എവിടെയും കേട്ടും മനസ്സിലാക്കിയ ഒരു സംഗതി വെച്ചുകൊണ്ടാണ് ഈ നാടകം ചെയ്തത്. അത് ചെറുകാടിൻ്റെ നോവലിനെ നാടകമാക്കിയത് ശനിദശ. അപ്പോൾ ഒരു പഴയ തിയറി ഉണ്ടല്ലോ ഈ കഥാർസ്, അതായത് താതാത്മ്യം പ്രാപിക്കുക, കരയുക, അങ്ങനെയുള്ള സാറിന് ഇപ്പോഴും അതിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണിത്, കഥാഴ്സിസ്. അപ്പോൾ ഇത് ഞാനൊരു ഇൻസ്പെക്ടറാണ്, വളരെ ക്രൂരൻ. അപ്പം വേഷം എന്ന് പറയുന്നത് ഒരു കാർഡ് ബോർഡ് വെച്ചുള്ളൊരു തൊപ്പി, ഒരു നിക്കർ, ഇടയ്ക്കൂടെ എന്തോ ഒരു തുണി കൊണ്ടുള്ള ഒരു റോസ്ബെൽറ്റ് പോലുള്ള സജഷൻ വളരെ സജസ്റ്റീവാണ്. പക്ഷേ ശാലം കഴിയുമ്പോഴത്തേന് ഇയാൾ ഈ രംഗത്ത് കാണിക്കുന്ന ക്രൂരത കണ്ടിട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞ് കയറുന്നൊരു അടിയണമെന്ന് തോന്നിയത് എൻ്റെ ഒരു സുഹൃത്ത്. പിന്നെ തോന്നിയത് നാടകമാണല്ലോ. അതാണ് ബ്രെക്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് റിപ്പൾസീവ് ആവുന്ന, അല്ലെ ഇത് സഹിക്കാൻ വയ്യാന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് പറയും നീ എന്തിനാണ് സഹിക്കാൻ, നാടകമല്ലേ ഇത്. ഒരു നിമിഷമെങ്കിലും തോന്നിയോ ഈ റോൾ അഭിനയിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നോ? നാടകമല്ലേ. ഈ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ ചിലതിലൊക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പേടിയാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇത്രയും ക്രൂരത വേണ്ട, പഞ്ചാഗ്നിയിലെയൊക്കെ കഥാപാത്രത്തെ ഇത് കാണുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയ പാടവത്തെയാണോ നോക്കുന്നത്, അതോ ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ ആൾക്കാർ എങ്ങനെ കാണും, ഇതിനെയാണോ? എങ്ങനെയാണ് ടീച്ചറുടെ മനസ്സിലെ ചിന്തകൾ? അഭിനയത്തിൽ തന്നെയാണ്. മോക്ക് അച്ഛൻ്റെ ഏത് റോളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്നാലും അതിനകത്ത് എന്ത് നല്ലൊരു അച്ഛനാണ് അല്ലേ. അതേപോലെയല്ലേ മോളുടെ അച്ഛൻ? ശരിക്കും ദേഷ്യപ്പെടുവോ? ഞങ്ങൾക്കൊക്കെ കുറച്ച് പേടിയുണ്ട്. മോക്ക് പേടിയുണ്ടോ? ഒട്ടുമില്ല. കുറച്ചെങ്കിലും വഴക്ക് പറയോ പഠിച്ചില്ലെങ്കിൽ? മോള് നാടകം അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അച്ഛൻ ആദ്യ ക്ലാസ്സിൽ നാടകം അഭിനയിച്ച 4ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. മോളോ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടില്ലേ? ഒരു ഡാൻസ് നടത്തിയതിന്റെ ഒരു ചെറിയ ഒരു മെമന്റോ കിട്ടിയിട്ടുണ്ട്. അതപ്പോൾ എൻ്റെ അവാർഡുകൾ വെച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഡാൻസ് പഠിക്കുന്നുണ്ടോ മോള്? ചെറുതായിട്ട് വെക്കേഷന് പോകുന്നുണ്ട്. സിനിമയിൽ ഇതുപോലെ എത്രയേറെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന കഥാപാത്രങ്ങളുണ്ടായിരുന്നു വിളിച്ചത്? അത് സിനിമയിലെ ഈ വെട്ടിയൊക്കെ ആയതുകൊണ്ട് നൈരന്തര്യത്തിൻ്റെ പ്രശ്നം നമുക്ക് ഒരുമിച്ചില്ലാത്തത് കൊണ്ട് അങ്ങനെ വലിയ, പക്ഷേ സട്ടിലിറ്റീസിൻ്റെ കാര്യത്തിൽ വലിയ ഇങ്ങനെ ഹോണ്ട് ചെയ്ത ഒരു കഥാപാത്രം നെയ്ത്തുകാരനിലെ മട്ടമിസ്ത്രി പോലെയോ ലങ്കാലക്ഷ്മി പോലെ എനിക്ക് തോന്നുന്നില്ല. അത് ഒന്നുമില്ല, തോന്നുന്നില്ല. ഈ ലങ്കാലക്ഷ്മി ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഇനി അടുത്തത് എന്നുള്ള ഒരു തെരച്ചിലാണെന്ന് തോന്നുന്നു. ഇനി പുതിയതൊരെണ്ണം ചെയ്യണം. ഇതൊക്കെ അങ്ങ് സംഭവിക്കുക, അല്ല നമ്മുടെ എനിക്ക് അങ്ങനെ ഒരു മുൻകൂട്ടിയുള്ള പ്ലാനിങ് ഇപ്പം 2003 ഒരു നാടകം ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു സമയപരിമിതിയല്ല, ഒരു പുതിയത് വേണം, ഇനി ഇതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ഉള്ള മനസ്സിൽ ആലോചിക്കാറുണ്ട്. പക്ഷേ എനിക്കുള്ള പരിമിതി എന്ന് പറഞ്ഞാൽ ഞാനൊരു വളരെ മോശപ്പെട്ട സംഘാടകനാണ്. എനിക്ക് അത് പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്കിവിടെ കൺവിൻസിങ് ഒരാൾ ഡയറക്റ്റ് ചെയ്യാനും എൻ്റെ സംവിധാനങ്ങളൊക്കെ നോക്കാൻ വേണം. അതൊക്കെ ഒത്തുകിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ടായിരിക്കും ഒറ്റയ്ക്ക് ഇത് ചെയ്തത്. എങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ എത്രയോ നാടകങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈഡിപ്പസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഊരുഭംഗം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കർണഭാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളാണിത്. ആഗ്രഹിക്കുന്നതിന് പാരുടെയും സമ്മതം വേണ്ടല്ലോ.